ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫഹീം കുത്തുക. ഞാൻ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഇന്നലെ ആനക്കട്ടി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു വീഡിയോ ഷൂട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ മുമ്പ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ പോയിട്ടുള്ള യാത്രകളുടെ വീഡിയോ അപ്ലോഡിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഈ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുകൾക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. പല ആൾക്കാരോട് ചോദിച്ചിട്ട് ബ്രോ വീഡിയോ ഇടാത്തെന്ന്. നമ്മൾ വീഡിയോ ഇടും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ചാനൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ കർണാടകയിലാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തിന്റെ പേര് എനിക്ക് അത്ര തൊള്ളയിൽ വഴങ്ങുന്നില്ല. ബാഹുബലി ടെമ്പിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അടിപൊളിയാന്ന് പറഞ്ഞാൽ പക്ക അടിപൊളിയാണ്. അതിന്റെ വീഡിയോ വിഷയത്തിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ നമസ്കാരം. ഞാനിപ്പോ ടെമ്പിളിന്റെ മുമ്പിലാണ്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ വലിയ ടെമ്പിളാണ്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന ടെമ്പിൾ. ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും ഉപ്പ, ഉമ്മ, അനിയത്തി, പിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി ഈ ടെമ്പിൾ കാണാൻ വേണ്ടി ഡൽഹിയിൽ കയറാൻ പ്ലാൻ ഇട്ടു. അവിടെ ടിക്കറ്റ് കൗണ്ടർ കണ്ടിട്ടോ. വേണ്ടൊരു എമൗണ്ട് എത്ര ചോദിക്കാൻ പറ്റില്ല. എന്റെ ഉപ്പയാണ് പോയ എമൗണ്ട് ചോദിച്ചത്. അപ്പോൾ അവർക്ക് ഉയരങ്ങളിലാണ് ആ സ്ഥാനം ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലിനൊരു ഭയങ്കര കുഴപ്പ്. ഒരു മുകളിൽ കയറണമെങ്കിൽ നമ്മള് മലേഷ്യയിൽ മുമ്പ് യാത്ര ചെയ്ത സ്ഥലമാണ് മലേഷ്യയിൽ ഇതുപോലെ വേറെ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലേക്ക് പോയപ്പോൾ 700 പടി ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അത് 700ഓളം പടികളിലൊരു ടെമ്പിളാണ് ഇപ്പം ഉള്ളത്. ഏത് ബാഹുബലി ടെമ്പിൾ. അത് ഒരുപാട് ഉയരത്തിലാണ് സംഭവം സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അത് കാണാൻ വേണ്ടി മുകളിലേക്ക് കയറി. ഞങ്ങൾ കൂട്ടത്തിൽ വേറെയും പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറെ ടീം ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അവർക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അവർ താഴെ. ഞങ്ങൾ പിന്നെ മലേഷ്യയിൽ ടെമ്പിളിൽ ഭയങ്കരമായിട്ട് കയറിയപ്പോൾ ഒരു ആഗ്രഹം, മലപ്പുറത്ത് നിന്ന് കർണാടകയിൽ ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കയറാമെന്ന്. അങ്ങനെ ഞങ്ങള് മുകളിൽ കയറാൻ തീരുമാനിച്ചു. ഞാനും അനിയത്തിയും, പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. അവരും കയറി. ആ കുന്ന് ഭയങ്കര ഇതാണ്. അതിന്റെ മുകളിൽ ഞാൻ എൻ്റെ കാല് കടഞ്ഞിട്ടും മുകളിൽ കയറി. ഒരു എന്താ പറയാ, ഏറ്റവും ടോപ്പിലാണ് ഒരു ബുദ്ധൻ പോലെ ബാഹുബലി ടെമ്പിൾ സ്ഥിതി ചെയ്തിട്ടുള്ളത്. കുറെ ആൾക്കാർ, പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ വന്നവരും അല്ലാത്തവരൊക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവര് കാല് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാന് എങ്ങനെയാ കമ്പി പിടിച്ച് വലിഞ്ഞു കയറി എന്താ പറയാ മുകളിലേക്ക് എത്താൻ വേണ്ടി കുറെ ശ്രമിച്ചു. പിന്നെ കുറെ ചെന്നപ്പോ കുറെ ടൈം എടുത്തു. കയറി അങ്ങനെ മുകളിലെത്തിയതിനു ശേഷം കഴിഞ്ഞാൽ എന്താ പറയാ, ഇതിന്റെ മുകളിൽ കയറി ഒരു വലിയ പ്രകൃതി. അത് കാണാനുള്ള സത്യത്തിൽ എല്ലാവരും എന്താ പറയാ പോകുന്നത്. അത് ഒരു ബാഹുബലി ടെമ്പിളാണ്, ഏറ്റവും ടോപ്പിലാണ്. പിന്നെന്താ പറയാ, കുറെ പ്രതിമകളെ അവിടുത്തെ ആ ടെമ്പിൾ ഉണ്ടാക്കിയ ആളുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകണം. അത് നമ്മളെ നബിന്റെ കാലത്ത് പണ്ടുണ്ടാക്കിയതാണ്. എത്രയോ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഞാന് പിന്നെ യൂട്യൂബിലും അല്ല ഇൻസ്റ്റയിലൊക്കെ റീല് കണ്ടിട്ടാണ് എൻ്റെ പാരൻസിനോട് പറഞ്ഞത് നമുക്ക് ഇവിടെ പോവാം, അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ നമ്മുടെ ആ കർണാടകയിലല്ലേ അമ്പലത്തിന്റെ ചുറ്റും ഭാഗങ്ങളൊക്കെ ചെറിയ സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കൂലേ, അതേമാതിരി അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അതിന്റെ മുകളിൽ ചെന്ന് കാലൊക്കെ കടന്നിട്ട് കാലിനൊക്കെ പെരും വേദനയും. അതിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു ടീമുണ്ടായിരുന്നു. അപ്പൊ അവര് താഴെ ഇരുന്നു. അപ്പൊ അതിലൊരു പയ്യൻ എന്റെ കൂടെ വന്നിരുന്നു. പകുതി വരെ വന്നിട്ട് അവൻ കേറുന്നില്ല. ഞാനിപ്പോൾ തിരിച്ചു പോകണം. ഇവനപ്പം ഫസ്റ്റത്തെ ടെമ്പിൾ എത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് ടെമ്പിൾ കയറി കഴിഞ്ഞാൽ 2, 3, 4ാമത്തെ ടെമ്പിളാണ്. അപ്പം ഇതിന് ഫസ്റ്റ് ടെമ്പിൾ കഴിഞ്ഞു. പിന്നെ അവര് അമ്പലത്തിന്റെ ഓരോ പൂജകൾക്കും ബാക്കിയും ചെയ്ത ഓരോ ഭാഗങ്ങളാണ്. അപ്പൊ അവിടെ എത്തി. അതിന്റെ മുകളിൽ കയറിയിട്ടാണ് മോനെ അത്ഭുതം. പിന്നെ ഒരു വലിയൊരു പ്രതിമ, ഹൈറ്റ് കൂടി ഇതാവും മനുഷ്യൻ. അയാളെ ഇത് എന്താ പറയാ, പറഞ്ഞാലും തീരില്ല. ഒരുപാടുണ്ട് ആ ഒരു പ്രതിമന്റെ സെറ്റ്. അവിടെ നോക്കിയാൽ ഫുള്ള് ചെറിയ സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും.
പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട അതിൻ്റെ ഉള്ളിൽ പിന്നെ പ്രതിമകളെ ഒരുപാട് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയാളെ സമ്മതിക്കണം, അയാൾ ഒരുപാട് പ്രതിമകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഉള്ളിൽ ഞങ്ങൾ കയറി കാണാൻ വേണ്ടി കയറുക. ലാസ്റ്റത്തെ ഇതിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ കയറാൻ വന്നപ്പോൾ കയറിയപ്പോണ്ട് ഫുള്ള് പ്രതിമകളെ കൂട്ടിലിട്ട മാതിരി ഇങ്ങനെ ഓരോ മുക്കിൽ സൈഡിൽ കുറേ ദൈവങ്ങൾ ഉണ്ടാക്കി വെച്ചു. അയാളുടെ നമുക്ക് ആ ദൈവത്തിൻ്റെ ഒക്കെ പേര് എനിക്ക് അറിയില്ല. പിന്നെ എന്തായാലും ഈ ഉണ്ടാക്കിയ ആളൊരു വലിയ മഹാൻ തന്നെയാണ്. കാരണം ഇത്ര ഒരു ഹൈറ്റിൽ കുന്നിന്റെ മുകളിൽ, ഒരു വലിയൊരു കുന്നിന്റെ മുകളിൽ അത് കയറി കിട്ടണമെങ്കിൽ താഴത്ത് പിന്നെ ഗൂഗിളിലൊക്കെ നമ്മൾ ഗൂഗിളിൽ ബാഹുബലി ടെമ്പിൾ നടിക്കുമ്പോൾ ഒരുപാട് ടെമ്പിൾസ് വരും. ബാഹുബലി കർണാടക ടെമ്പിൾ നടിക്കണം അങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ടെമ്പിൾ വരും. നല്ല അടിച്ചു പോവാം, കറക്റ്റ് ലൊക്കേഷനിലെത്തും. കർണാടക ഒരു റോഡിൽ പോകും. എൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ കട്ടറാണ് ഫുള്ള്, മുക്കാൽ ഭാഗം കട്ടറാണ്. പക്ഷെ നല്ല റോഡൊക്കെ കർണാടകയിലെ റോഡുകളൊക്കെ നല്ല പക്ക റോഡുകളുണ്ട്. കാരണം ഞങ്ങൾ അതിന് മുകളിൽ കയറി അങ്ങനെ കുറെ ദൈവങ്ങളെ കണ്ടു. ആ റൂമിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കാൻ സമയത്തിലാണപ്പോൾ ഒരു സ്വാമീജി എൻ്റെ ക്യാമറ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറയും, പുള്ളിക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ പിന്നെ പതുക്കെ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ ഷോർട്ടായിട്ട് എടുത്തു. അപ്പോൾ അതെടുത്ത് അവിടെ പിന്നെ അവിടുത്തെ ഇതിനൊക്കെ കണ്ടു. ഏതായാലും അവിടെ ഞാൻ പറഞ്ഞു കുറേ ദൈവങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ദൈവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഏറ്റവും ഉള്ളിൽ നിന്ന് പുറത്ത് ദൈവത്തിൻ്റെ റൂമുകളൊക്കെ കഴിഞ്ഞാണ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പം എന്താ പറയുക, ഒരു പിന്നെ ഫുള്ള് ആൾക്കാർ നിരന്ന് നിൽക്കുക. നമ്മൾ നിരന്ന് നിന്നിട്ട് പോലും അവിടെ പിന്നെ ഇവരൊക്കെ കാണും. അതായത് അവിടുത്തെ ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ ഹിന്ദുസ് ഓരോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് ഓരോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അതേമാതിരി ഇവരും പോലെ ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ പേര് എനിക്കറിയില്ല, ബാഹുബലി ടെമ്പിൾ ആണ് ഞാൻ ഗൂഗിളിൽ അടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് കണ്ട് അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കണം എനിക്കറിയില്ല. പിന്നെ ഇവിടെ നമ്മളെ കയ്യിൽ തേങ്ങ ഉടച്ചിട്ട് അവിടുത്തെ തേങ്ങ പൊട്ടിച്ചാണ് അതും തിന്നുകയാണ് നടക്കുക അതിൻ്റെ കൂടെ. അവസാനം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുക. ആ താഴത്തേക്ക് ഇറങ്ങാൻ വന്നപ്പം പിന്നെ ഒരുപാടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സ്റ്റെപ്പ് അട്ടി വരെ കിടക്കുകയാണ്. ഭയങ്കര അട്ടി സ്റ്റെപ്പാണ്. കാരണം ടോപ്പിൽ കയറി കഴിഞ്ഞപ്പം നമ്മളെ കാലും കൈയൊക്കെ ഭയങ്കര വേദന തുടങ്ങി. പിന്നെ വേദന തുടങ്ങി നമ്മൾ മാസി പെയിൻ ആയിട്ട് വന്ന പോലെ ഭയങ്കരമായിട്ട് എനിക്ക് എഫക്ട് ചെയ്തു. കാരണം ഒരു കുന്നിന്റെ മുകളിലാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുക, ഏറ്റവും ടോപ്പിൽ. താഴത്ത് നോക്കിയാൽ ചെറിയ എന്താണ് പറയാ, ചെറിയൊരു ടെമ്പിൾ പോലെ നമുക്ക് തോന്നുന്നു. എന്നാലും ചെറിയ ടെമ്പിളെ തോന്നുക താഴത്ത് നമ്മൾ റോഡ് സൈഡിൽ നോക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് വലിയ ടെമ്പിളായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഹൈറ്റിലാണ് അത് കൊണ്ടുവച്ചിട്ട് ഉണ്ടാക്കിയ ആളെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം. കാരണം ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നപ്പോൾ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ യാത്രയിൽ. അപ്പോൾ അവർ ഇങ്ങനെ പോലീസിലും പിന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കണം. കാരണം ഈ ടെമ്പിൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഇത്രയും ദൂരം വന്നിട്ട് ഒരു ടെമ്പിൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കർണാടകയിൽ വരെ വന്നിട്ട് ആ ഒരു ടെമ്പിൾ വീഡിയോ എടുക്കാൻ പറ്റില്ല പറയുമ്പോൾ ഉള്ള ഒരു വിഷമമുണ്ട്. കാരണം നമ്മളെ ചാനല് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് കർണാടകക്കാരുണ്ട്, മലയാളീസ് ഉണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, എല്ലാ ഭാഷകളിലുള്ള ആൾക്കാരെ നമ്മളെ ചാനൽ കാണുന്നുണ്ട്. കാരണം ഭായിമാർ കുറെ പിന്നെ നാട്ടിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ പറമ്പിലൊക്കെ പണി ഉണ്ടാകുമ്പോൾ രണ്ട് ഭായിമാരെ വിളിച്ചു, എന്തെങ്കിലും ചെറിയൊരു പണി ഉണ്ടാവും. അപ്പോൾ ഭായിമാരെ വിളിക്കുമ്പോൾ ഓടി നമ്മുടെ അടുത്ത് വരുമല്ലോ. അങ്ങനെ ഭായിമാരൊക്കെ നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഒരു ഭായിനോട് പറഞ്ഞ് ഇത് നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ടിപ്പിങ് കൊടുക്കണം, ഷെയർ ചെയ്യണം. അത് മലയാളത്തിൽ പറഞ്ഞാൽ ഓൾക്കറിയാം. അങ്ങനെ നമ്മളെ ചാനലിൽ ഭായിമാരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ കർണാടകക്കാരൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ അവസാനം ഞാൻ ഈ ഇതിന്റെ മുകളിൽ നിന്ന് പിന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങട്ടെ എന്നുള്ള പ്രതീക്ഷ. പിന്നെ ഇതിന്റെ ഈ ഒരു പ്രതിമ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ പല ആൾക്കാർ കരയിലൊക്കെ വെറുതെ ഇരിക്കുന്നത്, കുറേ ടൂറ് പോകാൻ പറ്റാതെയും പിന്നെ ടൂറ് പോയവരുണ്ടാവും. പല ആൾക്കാർ നമ്മളെ എന്താ പറയാ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചടച്ചുകൂടിയിരിക്കുന്ന സമയത്ത് ആ സമയമെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാലും കോവിഡ് കഴിഞ്ഞപ്പോഴും ഇവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി
ഒന്ന് സന്ദർശിക്കുക ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ നമ്മളെന്താക്കി, നമ്മളൊന്നും സന്ദർശിക്കാതെ നമ്മളിങ്ങനെ പെരയിലിരുന്നപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നമ്മളെ കൂടെയുള്ള കൂട്ടുകാരന്മാരൊക്കെ ഈ ഒരു പ്രതിമ കാണാൻ വന്നിട്ടുണ്ട് കർണാടകയിൽ. പിന്നെ നമ്മളെ കുടുംബക്കാരാണെങ്കിലും ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ടാവും. പിന്നെ ബാംഗ്ലൂര്, ഹൈദരാബാദ്, കൊലാബാദൊക്കെ പാർക്കിന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ പിന്നെ ഒരുപാടുണ്ട്. ഈ പറഞ്ഞാലും തീരൂല. ഈ ഇതിന്റെ സ്ഥലത്തിന്റെ പേര് തൊള്ളിയിലേക്ക് വഴങ്ങുന്നില്ല. വല്ലാത്തൊരു ഇടങ്ങേറായ പേരാണ് പ്രതിമയെ സമയം. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഇടങ്ങേറായ പേരാണ് ഇതിന്റെ പ്രതിമയുടെ പേര്. എന്തോ ഒരു ശ്രീ ആയിട്ട് അതിന്റെ പേര് തൊള്ളിയിൽ വഴങ്ങാത്തോണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ നടന്നാണ് പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എനിക്ക് കാലിന് പെരും വേണ്ടത്. അതിൽ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞടാ നമുക്ക് പോവല്ലേ, ഇത് തീർന്നാലും കയറിക്കഴിഞ്ഞാലും തീരുന്നില്ല. അപ്പോൾ ഇവൻ പറഞ്ഞ് ബ്രോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും പിന്നെ ഫസ്റ്റ് പാർട്ടൊക്കെ എടുക്കണം, പിന്നെ നമ്മളെ ചാനൽ ഉയരങ്ങളിലെത്തണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി ഞാൻ ആ തള്ളു കേട്ടാൽ കൊയങ്ങി. അങ്ങനെ അവസാന ഘട്ടത്തിലെത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ പോകുകയാണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ പോകില്ല. ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എൻ്റെ മോനെ താഴത്തേക്ക് ഇറങ്ങിയാൽ എത്തണ്ടേ, നടന്നാലും നമുക്ക് പിന്നെ 700 പടിയോളം നമുക്ക് മുകളിൽ കയറി 760 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഈ 760 സ്റ്റെപ്പും നമ്മളെന്താക്കി കയറിയതാണ്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് ഇറങ്ങണം, ഇല്ലെങ്കിൽ നമ്മളെ കാലിൻ്റെ പണി നോക്കി. കാരണം ഞാൻ ഫാസ്റ്റിൽ ഇറങ്ങാൻ നോക്കി, ആ കമ്പനി കൂടെ ഇറങ്ങാൻ നോക്കി. ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പിന്നെ അവിടുത്തെ പിന്നെ ഈ അവിടെ കയറി വരുന്ന ആൾക്കാർ കൂടെയും കൂടെ ഇറങ്ങരുത് പറഞ്ഞു. കാരണം കുറേ ആൾക്കാർ കുത്തി കയറി. ഞങ്ങളോട് ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി, ഈ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും മലപ്പുറത്തു നിന്നുണ്ട്. മലപ്പുറം ഞങ്ങൾ പരിചയപ്പെട്ടതിൽ 3 ആൾക്കാരും മലപ്പുറം, തിരുവൂരി, പരപ്പനങ്ങാടി, പിന്നെ അങ്ങനത്തെ കുറച്ച് ഏരിയയിലുള്ള ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു അവിടെ തന്നെ. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി. ഈ ഒരു സംഭവം പല യൂട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട്, വലിയ വ്ളോഗേഴ്സ് വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മളെ ചാനലിൽ എനിക്ക് ക്ലിക്കൊന്നുമില്ല. എന്നാലും നമ്മളെ ചാനലിൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു സംഭവം പിന്നെ കാണാത്ത ആൾക്കാരുടെ പോയി കാണുക, പിന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക ബെസ്റ്റ് കമൻറ്റ് കൊടുക്കുക, ഷെയർ അടിക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾക്ക് മാക്സിമം എന്താ പറയുക എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാർ ഒരുപാടുണ്ടെന്നും നമുക്കറിയാം. SLCയിലും +2 പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവില്ല, ഓൽക്കൊന്ന് അയച്ചു കൊടുക്കുക. പിന്നെ അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞാലും ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞ് തീരില്ല. അവസാനം അതിൻ്റെ മുകളിൽ ഇറങ്ങി നടുത്ത ടെമ്പിളിൽ ഞാൻ പറഞ്ഞു 2-3 ടെമ്പിൾ ഉണ്ട് എന്നുള്ളത്. അതിൽ 2ാമത്തെ ടെമ്പിളിൽ 3ാമത്തെ ടെമ്പിളിലാണ് ഞങ്ങളുടെ ടോപ്പ്, 4ാമത്തെ ടെമ്പിളാണ്. അതിൽ 3ാമത്തെ ടെമ്പിളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം കാല് കടഞ്ഞ് വേദന. പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്തേക്ക് എത്തി. പിന്നെ അവിടുന്ന് ഞങ്ങൾ റൂം എടുത്തിരുന്നു അവിടെ തങ്ങാൻ. അവിടെ റൂം നമുക്കില്ല. അവിടെ റൂമൊന്നും ഒരു കോളനി പാരി ഏരിയ ഉണ്ട്. അവിടെ പെട്ടെന്ന് ഹോം സ്റ്റേയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഹോം സ്റ്റേയും കാര്യങ്ങളും കിട്ടും. ഞങ്ങൾ താമസിച്ച സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ പോയി വീട്ടിലൊക്കെ കടന്നപ്പോൾ തന്നെ എനിക്ക് കയ്യും കാലൊക്കെ പെരും വേദന, എനിക്ക് എണീക്കാൻ പറ്റില്ല. പിറ്റേന്ന് രാവിലെ ഒരു 6 മണി 5 മണിക്ക് എണീച്ച് കുളിച്ച് അവിടെ നിന്ന് നാട്ടിലേക്ക് പിന്നെ പോരുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ വണ്ടിയിലിരുന്നിട്ട് എൻ്റെ കാല് അടുത്ത ഷൂട്ട് ചെയ്യണം. വണ്ടിയിലിരുന്നിട്ട് അടുത്തൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴത്തേക്കും എന്താ പറയാ, ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെ വേറെ ആളെ ഫോണിലാണ്. അപ്പോൾ അവരെ ആ ഫോണിൽ ചാർജ് ചെയ്തു നമ്മളെ വണ്ടിയിൽ കുത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ആ ചെറിയ പരിപാടിയൊക്കെ. അപ്പോൾ വലിയ പരിപാടിയായിട്ട് നമുക്ക് താങ്ങൂലല്ലോ. അപ്പോൾ അങ്ങനെ കുത്തി വെച്ച് ചാർജ് ചെയ്തുകൊണ്ടും ഞാൻ ഷൂട്ട് ചെയ്തു. വേറൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് കന്യാകുമാരി. അത് ഊട്ടിയിലെ കർണാടകയിൽ നിന്ന് വിട്ട് ഞങ്ങൾ ഊട്ടിയിൽ പോയി. ആ സ്ഥലത്തിന്റെ പേരും ടൈപ്പ് കന്യാകുമാരി അങ്ങനെ എന്തോ സ്ഥലമാണ്. അടിപൊളിയാണ്. അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യും. കാരണം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ എന്നിട്ട്
കാലിനൊക്കെ പെരും വേദന എന്ന് പറഞ്ഞാൽ പെരും വേദന. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ ഓരോ സ്റ്റെപ്പ് എടുത്ത് താഴെ എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ കാലിന് എന്താ പറയുക മസിൽ പെയിൻ എടുത്ത് കയറിയിട്ട് നല്ല വേദന, കിടന്നിട്ട് നീക്കാൻ പറ്റില്ല. രാവിലെ മോർണിംഗിന് അവിടുന്ന് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നോണ്ട് എണീക്കാനൊന്നും പറ്റുന്നില്ല, കാരണം അത്രയും വേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ വെച്ചാൽ അവിടുന്ന് ഹീറ്റർ ഉണ്ട്, റൂമിൽ താമസിക്കുന്ന റൂമിൽ ഹീറ്റർ ഉണ്ട്. അവിടുത്തെ ചൂടുവെള്ളമൊക്കെ എടുത്ത് കാലൊക്കെ പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകി അങ്ങനെ സെറ്റാക്കി. എന്താ പറയാ, തീർന്നില്ല. കാലൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ